ജനശബ്ദം ഇന്ന് സഞ്ചരിക്കുന്നത് ചേലക്കര നിയോജകമണ്ഡലത്തിലൂടെയാണ്. നിഷ്കളങ്കരായ ജനജീവിതവും കൂടി കൂടിച്ചേരുമ്പോൾ ചേലുള്ള ചേലക്കരയ്ക്ക് ഇത് പുതിയ ഒരു തുടക്കമാണ്. ഏതാണ് ഇവിടുത്തെ കടികളിൽ ഏറ്റവും സൂപ്പർ? ഏതാ ഇവിടുത്തെ എല്ലാ കടികളും നല്ല സൂപ്പറാണ്. ഇവിടെ ഉണ്ടാക്കുന്ന കടി ഇഷ്ടമുള്ളത് ഏതാ? പഴംപൊരി. പഴംപൊരി പഴംപൊരി നമുക്ക് ചോദിക്കാട്ടോ. ഇവിടെ മുട്ട ബജി അല്ലേ? മുട്ട ബജി അല്ലേ? എത്ര ഐറ്റംസ് ഉണ്ടാവും? 5-6 ഐറ്റംസ് ഉണ്ടാവും. എത്ര വർഷമായിട്ടുണ്ട്? 28 വർഷമായി. ചെറിയ സംഭവം അല്ല. പഴംപൊരിയാണ് നമ്മുടെ സ്പെഷ്യൽ അല്ലേ? ഉഴുന്നുവട പഴംപൊരി ഫുൾ ടൈം ഉണ്ടാവും? അതെങ്ങനെയാ? 7 മണി വരെ ഉണ്ടാവുള്ളൂ. അതായത് ഞാൻ ചോദിക്കുന്നതല്ല, ഈ പഴംപൊരി ഉഴുന്നുവടയൊക്കെ ഉച്ച വരെയാണോ? അത് കഴിഞ്ഞാൽ പിന്നെ അല്ലല്ല, ഉച്ചരിഞ്ഞതിന് ശേഷം ഉണ്ടാവും. ഉച്ചരിഞ്ഞതിന് ശേഷം ഉള്ളൂ. രാവിലെ പരിപാടിയില്ല. രാവിലെ ഉഴുന്നുവട പരിപ്പുവട. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ചേലക്കര ഈ പ്രാവശ്യം തീ പിടിക്കുവോ? ആരായിരിക്കും മുൻഗണന? ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലാണ് പോണത്. 3 പേരും ഒപ്പത്തിനൊപ്പാണോ? അതേ നല്ല സ്ഥാനാർത്ഥിയാണോ? എങ്ങനെയാണ്? ഒപ്പത്തിനൊപ്പാ പോണ. അതില് ഭാഗ്യമുള്ളവർ ജയിക്കുന്ന പറയാൻ പറ്റുമോ? ഭാഗ്യം വേണം. പ്രാവശ്യത്തെ ഇതില് നമ്മൾ ആദ്യം കണ്ട മാതിരിയല്ല പ്രാവശ്യം. അങ്ങനെ നല്ല ഭാഗ്യം വേണം. ചെറിയ മത്സരമാണോ നടക്കാൻ പോണത്? ചേലക്കര തീ പിടിക്കുവോ? തീ പിടിക്കും. പ്രാവശ്യം നല്ല സ്ട്രോങ് ആണ് മത്സരം. അപ്പോ 3 പേര് ഒപ്പത്തിനൊപ്പം പറയണത്? അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ കാണുന്നത്. ഞാനിവിടെ ചോദിക്കാതെ, ചേലക്കര ഈ പ്രാവശ്യം തീ പിടിക്കുമെന്ന് ചോദിച്ചപ്പോൾ 2 പേരും പറഞ്ഞു ചേലക്കര തീ പിടിക്കും, ഒന്നും പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ചേട്ടൻ്റെ അഭിപ്രായം എന്താ? ചേലക്കര ഞങ്ങൾ പിടിക്കും, UDF പിടിക്കും. അതിൽ സംശയമില്ല. പ്രാവശ്യം സ്ട്രോങ് ആണ്, നല്ല സ്ട്രോങ് ഞങ്ങൾ നിൽക്കുന്നത്. ഉറപ്പാ. ഇങ്ങനെ പ്രചരണത്തിന്റെ ഘട്ടമൊക്കെ ഞങ്ങൾക്ക് നല്ല പ്രചരണത്തിന് നിൽക്കണം. ഞങ്ങൾ ഒറ്റ ഘട്ടമായിട്ട് പ്രാവശ്യം ചേലക്കര പിടിക്കാനുള്ള പരിപാടി. BJP LDF കുറച്ച് കാണുന്നുണ്ടോ? കുറച്ച് ഞങ്ങൾക്ക് ഇപ്പോൾ ആ പേടി മാറിയങ്ങടെ ഞങ്ങളെ പിടിക്കാനുള്ള പരിപാടിയില്ലല്ലോ. എന്താ അങ്ങനെ ഒരു അനുകൂല ഘടകം വരാൻ? ഞങ്ങൾക്ക് ആ ജനങ്ങൾക്കാണ് അതിന്റെ വിഷമങ്ങൾ മനസ്സിലായതുകൊണ്ട് UDF വോട്ട് ചെയ്യണമെന്നായി എല്ലാ ജനങ്ങളും. അതുകൊണ്ടാണ് ചേലക്കരയിൽ അട്ടിമറി നടക്കും. അട്ടിമറി നടക്കും പ്രാവശ്യം. ചേലക്കര എങ്ങനെ തീ പിടിക്കൂ? ചോദിക്കേണ്ട ആവശ്യമില്ല. പ്രദീപനല്ലേ, വേറൊരാൾക്കും ഹോപ്പില്ല ഇവിടെ. കാലാകാലമായിട്ട് അവനും രാധാകൃഷ്ണൻ ഇവിടെ നിന്നുണ്ടല്ലോ. അവർക്ക് അതിന് ഹോപ്പുള്ളൂ. അവരാണ് എല്ലാ കാര്യത്തിലും ജനങ്ങളൊപ്പം നിൽക്കുന്നത്. എന്ത് കാര്യത്തിനും ഒരു റെക്കമെൻഡേഷൻ വേണ്ട, അവർ ചെയ്തു തരും. ജനങ്ങൾക്ക് അതിൽ ആവശ്യം. രാഷ്ട്രീയം നോക്കിയിട്ട് കാര്യമുണ്ടോ? മറ്റുള്ള സ്ഥാനാർത്ഥികൾ സ്ട്രോങ് ആണോ? പോലെ ഒന്നാമത് ഐക്യ ജനാധിപത്യ മണിക്ക് ഗ്യാസ് സിലിണ്ടറാ ആർക്കറിയാത്? അവരെ കൈപ്പറ്റില്ലല്ലോ. പിന്നെ മറ്റേ വേറെ ഏതോ BJP അത് ബാലകൃഷ്ണൻ കഴിഞ്ഞ വർഷം കണ്ടവനെ വോട്ട് പിടിച്ചു. പ്രാവശ്യം വോട്ട് കൂടുതൽ പിടിക്കും. നോമ്പ് കഴിഞ്ഞാൽ പിന്നെ വില കൂടുവാണോ കുറയുവാണോ ചെയ്തേ? നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഓറഞ്ചിനൊക്കെ വില കൂടിയേക്കണം. ഇത് നമുക്ക് ഏത് ഐറ്റംസാ? ഇത് ഏത് ഐറ്റംസാ? ഇത് ബ്ലാക്ക് SL ബ്ലാക്ക് എന്ന് പറയും. ശരത്ത് എവിടെ വരുന്നത്? ഇത് സാംഗ്ലി ബാംഗ്ലൂർ. കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ? മധുരമുള്ള ടൈപ്പ്. മധുരമുള്ള ടൈപ്പാണ്. അപ്പൊ ഈ പച്ചയ്ക്കും നല്ല മധുരം ഉണ്ടെന്ന് തോന്നുന്നു. പച്ചയ്ക്കും മധുരമുണ്ട്. ചേലക്കര ആര് മധുരിക്കും? ചേലക്കര യുവർ പ്രതിഭ മധുരിക്കണം എന്നാണ് ആഗ്രഹം. സാധ്യതയുണ്ട്. നിലവിലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ വോട്ടായിട്ട് മാറുമെന്നാണ് പറയുന്നത്. വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല, എല്ലാം കൊണ്ടും നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണ്. വികസനം വേറെ, പിന്നെ മനുഷ്യന്മാരുള്ള ഒരു ഇതാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള. അതാണ് നമ്മൾ ചെറുപ്പം മുതലേ LDF-കാരനാണ്. അതായിട്ട് തുടർന്ന് നമ്മൾ പ്രവർത്തിക്കും. ആരെന്തായാലും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ വഴി കൂടെ നമ്മൾ മുന്നോട്ട് പോകും. ഇവിടെ നിലവിലുള്ള പശ്ചാത്തലം ഇങ്ങനെ ആർക്കൊപ്പം നിൽക്കാനൊക്കെയാണ് സാധ്യത? ചേലക്കര ഇപ്പം എന്താ പ്രദീപ് സാധ്യത അല്ലേ? സാധ്യത അല്ല, 100% പ്രദീപ്. മറ്റുള്ള സ്ഥാനാർത്ഥികളൊക്കെ എങ്ങനെയാണ്? സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ലേ UDF-ന്റെ, കുഴപ്പമില്ല. ചേലക്കര ആർക്കൊപ്പം നിൽക്കാനാണ് സാധ്യത? നിലവിൽ രാഷ്ട്രീയ ചൂട് എങ്ങനെയുണ്ട്? ഇത്തവണ BJP-യുടെ ഒപ്പം നിൽക്കാനാണ് സാധ്യത. അങ്ങനെയാണ് ഞങ്ങളൊക്കെ കണക്കൂടുന്നത്. മത്സരം സ്ട്രോങ് ആണോ? കുഴപ്പമില്ല. ഇവിടെ കുറച്ച് സ്ട്രോങ് തന്നെയാണ്. പക്ഷേ ഇത്തവണ എല്ലാ ഭാഗം കൊണ്ട് നോക്കുമ്പോൾ BJP ജയിക്കാനാണ് സാധ്യത. എങ്ങനെയാണ് ചേട്ടാ അഭിപ്രായം? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അനുകൂല ഘടകം എന്ന് പറയണേ? ഇവിടുത്തെ ഓരോ സാഹചര്യം അങ്ങനെ മാറ്റങ്ങൾ വരുന്നത് നല്ലതല്ലേ? BJP വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? പ്രതീക്ഷിക്കാലോ. എങ്ങനെയാണ് വോട്ടൊക്കെ ഉണ്ടോ? വോട്ടൊക്കെ തട്ടിമുട്ടി പോകണം, കുഴപ്പമില്ല. നല്ല ചൂടുണ്ടല്ലേ? എങ്ങനെയാണ് ചേലക്കര ഈ പ്രാവശ്യം? ചേലക്കര ഇപ്പോൾ പ്രതിഭയാണ് ചാൻസ് കാണാനുള്ളത്. പക്ഷേ ഇയാൾ ശരിയല്ല, മറ്റേ നമ്മുടെ മുഖ്യമന്ത്രി. അത്ര പാവപ്പെട്ടവർക്ക് അത്ര കാര്യമൊന്നുമില്ല. നിലവിൽ ചേലക്കരയിലെ മറ്റുള്ള സ്ഥാനാർത്ഥികളെ കുറിച്ചൊക്കെ എന്താണ് അഭിപ്രായം? എങ്ങനെയാണ്? വില കുറച്ച് കാണുന്നുണ്ടോ? നല്ല സ്ട്രോങ് ആൾക്കാരാണോ? എങ്ങനെയായിരിക്കും ചേട്ടൻ്റെ അഭിപ്രായത്തിൽ?
സ്ട്രോങ് സ്ഥാനാർത്ഥി പറയുന്നത് പ്രദീപ് തന്നെയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ 3 പേര് നല്ലൊരു ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ടോ? പ്രദീപ് ജയിക്കാനുള്ള സാധ്യത തന്നെ കാണാമല്ലോ ഈ ഇവിടെ ചേലക്കര വെച്ച് നോക്കുമ്പോൾ. അപ്പം എങ്ങനെയാണ് ചേലക്കര നമ്മുടെ ഇടതുപക്ഷത്തിന് തന്നെയല്ലേ സാധ്യത. നിലവിൽ എങ്ങനെയാ മറ്റുള്ള സ്ഥാനാർത്ഥികളൊക്കെ എങ്ങനെയാ? നമുക്ക് നമ്മുടെ കണ്ണിന് അവരൊന്നും പോരാ. ഇടതുപക്ഷം തന്നെയാണ് ജയിക്കുക. അതിനിപ്പോൾ ഒരു മാറ്റമൊന്നുമില്ല. ശിവൻ വീട്ടിൽ കൊന്നിനെ ചേലക്കര മണ്ഡലത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്ന പേരാണ്. ബാലകൃഷ്ണൻ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചൊരു ആൾക്കാർക്ക് അറിയാമെന്ന് മാത്രമേ ഉള്ളൂ. അതൊന്നും പോരാ. അതാണ് ഇപ്പോൾ ഇടതുപക്ഷം തുടരും. അതന്നെ പറയാനുള്ളത്. മറ്റുള്ള സ്ഥാനാർത്ഥികൾ അത്ര പോരാന്നാണ് പറയുന്നത്. അതല്ല, ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ടായിരിക്കുമല്ലോ. അതെ നമുക്ക് പറ്റില്ല. പറഞ്ഞോ. രാഷ്ട്രീയത്തിൻ്റെ ഇത് വെച്ചിട്ടാണ് പറയുന്നത്, അല്ലാണ്ട് സ്ഥാനാർത്ഥികളെ ഞങ്ങൾ മോശമായിട്ട് പറയുന്നില്ല. ആ ഇതിൽ വെച്ച് നോക്കുമ്പോൾ നിലവിലുള്ള ആ വികസന പ്രവർത്തനങ്ങൾ അതൊരു തുടർച്ച അല്ലെങ്കിൽ അതൊരു വോട്ടായിട്ട് മാറുമെന്നാണ് പറയണേ. അത് വോട്ടായിട്ട് മാറും. അതാണ് അനുകൂല ഘടകം. അതെ, അതെന്നെ ഒരു അനുകൂല ഘടകം. നമസ്കാരമുണ്ട്. അവിടെ നിങ്ങളുടെ റോഡ് മുറിച്ച് കിടക്കാൻ എളുപ്പമല്ലേ? എളുപ്പമല്ല. ശ്രദ്ധിക്കണം. എല്ലാ ടൈമിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങോട്ട് നോക്കണം, ഇങ്ങോട്ട് നോക്കണം. എപ്പോഴാണ് അത്ര സ്പീഡിലല്ലേ? നല്ല സ്പീഡല്ലേ? എന്ത് സ്പീഡാ വരുന്നല്ലേ? പറന്ന വരുന്നേ. ഒരുപാട് ആക്സിഡന്റ് ഉണ്ടായ സ്ഥലമാണ് ഇവിടെ. അങ്ങോട്ടുള്ള റോഡ് കണ്ടോ? ശരി. കണ്ടവനങ്ങോട്ട് ക്രോസ് ചെയ്യുന്ന ടൈമിൽ ആ റോഡിന്റെ കിടപ്പ് എങ്ങനെയാണ്? നമ്മൾ തന്നെ ഇവിടുന്ന് ഒരുപാട് ആളുകൾ കൊണ്ടുപോയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ. അപ്പൊ എങ്ങനെയാണ് ചേലക്കര നമ്മുടെ LDF തന്നെ. LDFിനോട് നമുക്ക് എന്താ കുറവുള്ളത്? ഒന്നും കുറവില്ലല്ലോ, സൗകര്യമാണ് കൂടുതൽ. അപ്പൊ എങ്ങനെയാണ് ചേലക്കര കുഴപ്പമില്ല, പോട്ടെ, ജയിക്കട്ടെ. അവര് ആര് ജയിക്കട്ടെ? ആരും ജയിച്ചാലും കുഴപ്പമില്ല. ആര് ജയിച്ചാലും നമുക്ക് കുഴപ്പമില്ല. നമ്മുടെ എങ്ങനെയാണ് സ്ഥാനാർത്ഥികൾ? എങ്ങനെയാണ് സ്ഥാനാർത്ഥി? നമ്മൾക്ക് ഞാൻ രാഷ്ട്രീയമായിട്ട് കൂടുതൽ ടച്ച് ഇല്ലാത്ത. വോട്ട് ചെയ്യാൻ പോരല്ലേ? വോട്ട് ചെയ്യാൻ പോകും. അത് ഒരാൾക്ക് ചെയ്യും. അത് ഇന്നാളൊന്നുമില്ല, ഒരാൾക്ക് ചെയ്യും. അതിലൊരു രാഷ്ട്രീയം നോക്കുന്നു. അതിൽ രാഷ്ട്രീയമില്ല. നമുക്ക് രാഷ്ട്രീയമായിട്ട് ആരും ബന്ധമില്ല. എങ്ങനെയാണ് ചേലക്കര നിയോജക മണ്ഡലം ഈ പ്രാവശ്യം എങ്ങനെയാണ് അവസ്ഥ? ഇപ്രാവശ്യം നമ്മൾ UDF ജയിക്കണം. ഈ ഒരു ഭരണതരംഗം, ഒരു ഭരണമാറ്റം അനിവാര്യ. സ്ഥാനാർത്ഥിയും ഒക്കെ ആ രംഗത്തേക്ക് നല്ല മികച്ച സ്ഥാനാർത്ഥിയാണ്. എങ്ങനെയാണ് പ്രചരണത്തിന്റെ ഒരു രംഗമൊക്കെ കൊഴുത്തു പോകുമ്പോൾ എങ്ങനെയാണ് ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ നിലവിൽ? പ്രചരണത്തിലൊന്നും നോക്കണ്ട. ഇപ്പം ഈ ചൂടല്ലേ, പ്രചരണത്തിലൊക്കെ കുറച്ചൊരു പിന്നാക്കം ഉണ്ടാവും. പക്ഷെ അത് നോക്കണ്ട, ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അത്രയും അഴിമതികളും അത്രയും നുണപ്രചരണങ്ങളും ഇതൊക്കെ ജനങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പം ചേലക്കരയിൽ അട്ടിമറി നടക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ചേലക്കര നമ്മുടെ പ്രദീപ് തന്നെ സ്ട്രോങ് ആണ്. സ്ട്രോങ് അല്ലേ? എങ്ങനെയാണ് അവസ്ഥ? പ്രദീപ് തന്നെ. നിലവിലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെയാണോ? എല്ലാ വികസന പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. മറ്റുള്ള സ്ഥാനാർത്ഥികളൊക്കെ എങ്ങനെയാണ്? UDFിൻ്റെയും BJPയുടെയും? അവരും ഒരു ആവറേജ് കവർ ചെയ്യും. പക്ഷേ ഇതൊരു 30,000 വോട്ടിന് ഭൂരിപക്ഷം ഉണ്ടാവും. ചേലക്കര എന്താ പറയാനുള്ളത്? ചേലക്കര അവിടെ ഒരു പേര് കുത്തിയാൽ മതി. അവിടെ സ്ഥാനാർത്ഥി വേണ്ട ഞങ്ങൾക്ക്. എന്താ പറയുക, അങ്ങനെ വികസനം നടത്തുന്നുണ്ട്. മണ്ഡലത്തിലായാലും നമ്മുടെ സ്റ്റേറ്റിലായാലും ഒക്കെ എവിടെയും വികസന കുറവില്ല. പിന്നെ മറ്റുള്ളവർ പറയുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും കയറി കൂടണ്ടേ, അത്രേ ഉള്ളൂ. നമ്മൾ സ്കൂളായാലും ശരി, ഹോസ്പിറ്റലായാലും ശരി, ഇപ്പോൾ ഒരു മാവേലിശ്ശേരി പോയാൽ സാധനം കിട്ടാതില്ല, പെൻഷൻ മുടങ്ങാതെ കിട്ടുന്നുണ്ട് വയസ്സായവർക്ക്. ഇതൊക്കെ തന്നെ നമുക്ക് വേണ്ടത്. അത് മുറ പോലെ നടക്കുന്നുണ്ട്. ചേലക്കര എന്താ അടിപൊളിയല്ലേ? ചേലക്കരയിൽ ആരാകും ഈ പ്രാവശ്യം ചന്തമുള്ള വൈദ്യര? ചോദിച്ചപ്പോൾ പറയാൻ പറ്റില്ല. ഒരു കടുത്ത പോരാട്ടം തന്നെയാവും ഉണ്ടാവുക. സ്ട്രോങ് ആണോ? സ്ട്രോങ് ആണ്. ആരൊക്കെ തമ്മിലായിരിക്കും ഏറ്റവും സ്ട്രോങ്? ഇപ്പോൾ CPM ഒരു കോൺഗ്രസും തമ്മിൽ തന്നെ. BJPക്ക് രംഗത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരായിരിക്കും മുന്നിലുണ്ടാവുക. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ്? നല്ല മത്സരമാണ്. UDF കേൾക്കുന്നുണ്ട്. നല്ല പ്രചരണ രംഗത്തൊക്കെ അല്ലേ? കുഴപ്പമില്ല. ഇപ്പോൾ നല്ല ചൂടാണ് എൻ്റെ കൂട്ടർ. ചേലക്കര അവസ്ഥയ്ക്ക് അറിയില്ല. ഞാൻ ചേലക്കരക്കാരനല്ല. ഇത് പോകാം. വടക്കാഞ്ചേരി എരുമോട്ടി പോകാം. വടക്കാഞ്ചേരി എങ്ങനെയുണ്ട്? ഉഷാറ്. ആരായിരിക്കും സാധ്യത? CPM. അറിയണം. ചേലക്കരയിൽ പ്രവീണാണ് സാധ്യത. സ്ട്രോങ് ആണ്. നിലവിലുള്ള മറ്റുള്ള സ്ഥാനാർത്ഥികളൊക്കെ എങ്ങനെ? മറ്റുള്ള സ്ഥാനാർത്ഥികൾ കുഴപ്പമില്ല. മറ്റൊരാൾ കഴിഞ്ഞ പ്രാവശ്യം നിന്നിരുന്നതാണ് BJPയുടെ. മറ്റേയാൾ പുതുമുഖമാണ്. ഇവിടെ ഈ ഭാഗത്ത് അങ്ങനെ വലിയ പരിചയമല്ല. എന്നാലും മത്സര രംഗത്തുള്ള കടുപ്പാണ്. ഉണ്ട് മത്സരം. സ്ട്രോങ് ചായയാണോ? സ്ട്രോങ്. ചേലക്കര സ്ട്രോങ് ആവുമോ? സ്ട്രോങ് തന്നെ. എങ്ങനെയായിരിക്കും? ഒന്നും നോക്കല്ല, പ്രദീപിൻ്റെ ചാൻസ്. പ്രദീപ് 100% പ്രദീപ് ചാൻസ് ഉണ്ട്. സ്ട്രോങ് ആണല്ലേ? സ്ട്രോങ്. ചേലക്കര LDF തോക്കും. ഞാൻ വണ്ടൂർ മണ്ഡലത്തിലാണുള്ളത്. അവിടെയും തന്നെ ബമ്പം
വിജയിക്കും LDF. ഞാൻ അതിനോട് അത്രയ്ക്ക് യോജിക്കണില്ല. പറഞ്ഞോളൂ, അഭിപ്രായങ്ങൾ പറയണം, അതാണ് വേണ്ടത്. അല്ല, രണ്ട് പാർട്ടിക്കാരാണ്. പറഞ്ഞോളൂ, നിങ്ങളുടെ അഭിപ്രായം ധൈര്യമായിട്ട് പറഞ്ഞോളൂ. അല്ല, എനിക്ക് ആൾ പറഞ്ഞത് തന്നെയാണ്. അത്ര വലിയ അഭിപ്രായങ്ങളൊന്നുമില്ല. ഞാൻ അത്രത്തോളം പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നില്ല. ആർക്കായിരിക്കും സാധ്യതയൊക്കെ? രണ്ട് ടീമിനും തുല്യമാണ്. ഒരാളെയും വില കുറച്ച് കാണണ്ട. സ്ട്രോങ് ആണ് മത്സരം. സ്ട്രോങ്. UDF സ്ഥാനാർത്ഥിനെ ഇവിടെ ഈ ചെറുത്തിക്കാർക്ക് പരിചയമില്ലാത്തൊരു സംഗതിയാണ്. മൂപ്പര് എവിടുത്തെ തന്നെ ആർക്കും അറിയാത്ത അവസ്ഥ. ഇവിടെ സ്ഥിരമായിട്ട് മറ്റേ ബാൻകൃഷിൻ്റെ കോട്ടാണ്. ചേലക്കര നിയോജകമണ്ഡലം രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രതി കൊടുക്കും, സംശയമൊന്നുമില്ല. അത് 100% കൊടുക്കും. മറ്റുള്ള രണ്ട് മുന്നണികളും എങ്ങനെയാണ് പ്രചരണത്തിന്റെ ഘട്ടമൊക്കെ? പ്രചരണത്തിൻ്റെ ഘട്ടം എന്ന് പറഞ്ഞാൽ പ്രചരണമൊക്കെ വളരെ സ്ലോവാണ്. ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം. ഇതിപ്പോൾ ഇവിടെ പ്രതിഭനെടുക്കും. ചേലക്കര LDF ജയിക്കും, അത് സംശയമില്ലാത്ത കാര്യമല്ലേ. ചേലക്കര എത്ര കാലമായിട്ട് LDF ജയിക്കണതാണല്ലോ, അതുകൊണ്ട് നമുക്കതിൽ സംശയമില്ല. LDF കിട്ടും. അവർ ജയിച്ചാൽ തന്നെയാണ് ബാക്കിയുള്ള വികസനം കൂടി നടക്കുള്ളൂ. അതിൽ ഇപ്പം തന്നെ നല്ല ഒരുവിധം പുരോഗതി ഉണ്ടായിട്ടുണ്ട് 10 കൊല്ലത്തിൻ്റെ ഉള്ളിൽ. പുരോഗതി എല്ലാ ഭാഗത്തും പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഏത് ഭാഗത്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഇല്ലാതില്ല, എല്ലാ ഭാഗത്തും പുരോഗതി വന്നിട്ടുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല. ഇവിടെ കാലങ്ങളായിട്ട് ഇടതുപക്ഷമാണ്. എന്താന്നുള്ള കാര്യം ജനങ്ങൾ തീരുമാനിക്കും. എന്താന്നുള്ള കാര്യം ഒന്നും പറയാൻ പറ്റാത്ത കണ്ടീഷനാണ്. ഒരു മാറി ചിന്തിക്കുമെന്നാണോ പറയുന്നത്? പറയാൻ പറ്റില്ല. കാരണം ജനങ്ങൾ ഓരോരോ ഇതല്ലേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വരുന്നത്. മാറി ചിന്തിക്കാനും വഴിയുണ്ട്. നിലവിലുള്ള സ്ഥാനാർത്ഥികളൊക്കെ എങ്ങനെയാണ്? BJPയുടെയും UDFൻ്റെയും ഒക്കെ? കഴിഞ്ഞ പ്രാവശ്യം രണ്ടുപേരും നിന്നവരാണ്. യുവർ കഴിഞ്ഞ പ്രാവശ്യം MLA ആണ്, അതിന് മുന്നത്തെ MLA ആണ്. പുള്ളിയെ സംബന്ധിച്ചുമ്പോൾ കുഴപ്പമൊന്നും പറയാനില്ല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ സ്ട്രോങ് മത്സരമുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതനുസരിച്ചൊരു ഇതാണ്. കാരണം ഇത്രകാലം 10 വർഷം ഭരിച്ച കാരണം കൊണ്ട് അവരുടെ ഒരു പോരായ്മ കാരണം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഒരു പ്രതിഫലിക്കാനും ഇല്ലാതിരിക്കാനും ചാൻസ് ഉണ്ട്. ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാ? ചേലക്കര എങ്ങനെയാണ്? തീപാറുമോ? തീപ്പാറും എങ്ങനെയാണ് ഒന്ന് പറഞ്ഞേ. ഇവിടെ ഇപ്പോൾ 3 കക്ഷികളാണുള്ളത്. ഒന്ന് UDF, ഇവിടെ UDFും LDF ആയിട്ടുള്ള നേരിട്ട മത്സരമാണ്. അതാണ് സ്ട്രോങ് ആണ്. തീപാറും പ്രവചനാതീതമാണോ? തീപാറും. എല്ലാവരും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ്. ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ കാര്യങ്ങളാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു മാറ്റം ഉണ്ടാവും. ഒരു അട്ടിമറി ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അട്ടിമറി ഉണ്ടാവും, ഉറപ്പാണ്. ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? നമ്മുടെ സ്ഥാനാർത്ഥി സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്, കൈപ്പത്ര സ്ഥാനാർത്ഥിയല്ല ചേലക്കര മണ്ഡലത്തിൽ. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രതീക്ഷ ഞങ്ങൾക്കില്ല. നമ്മുടെ പ്രതീക്ഷ BJPക്ക് വോട്ട് കൂടുന്നു. BJPക്ക് വോട്ട് പറയും, അതാണ് നമ്മുടെ പ്രതീക്ഷ. അങ്ങനെയാണോ സാധ്യത? BJP കയറി വരുമോ? വോട്ട് പിടിക്കും. അതൊരു എനിക്ക് തോന്നുന്നു ഒരു ടൈമിൽ നിന്ന ഒരാളായതുകൊണ്ട് കുറച്ചുകൂടെ ആളുകൾ അറിയും അല്ലേ? ആളുകളെ അറിയും, വോട്ട് പിടിക്കും. ഇപ്പം കൈപ്പത്തിക്ക് ചിഹ്നമില്ലല്ലോ, അതുകൊണ്ടാണ് കുറച്ച് വോട്ട് അതും പോകും. അതൊരു പ്രശ്നമല്ലേ? മുന്നണി സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം മുന്നണി സമ്മേളനത്തിൽ ഓരോ മാറ്റങ്ങൾ ഉൾക്കൊള്ളണം. കഴിഞ്ഞ ഇതിന് മുമ്പേ BJP അല്ല ഉണ്ടായിരുന്നത്, BJDS ആയിരുന്നു. അന്ന് ഈ കുടത്തിലാണ് അവർ BJPക്കാരെ നിന്നിരുന്നത്. അപ്പോൾ മുന്നണി സംവിധാനം അനുസരിച്ചിട്ട് നമ്മൾ ഉൾക്കൊള്ളും. UDFൻ്റെ വോട്ട് UDFനായിരിക്കും, യാതൊരു സംശയമില്ല. ചിഹ്നത്തിനൊരു പ്രശ്നമില്ലെന്നാണ്. യഥാർത്ഥ കോൺഗ്രസ്സുകാരും മറ്റുള്ള നിഷ്പക്ഷമായിട്ടുള്ള ഒരു വിഭാഗമുണ്ട്. അവർ ഇക്കുറി എന്തായാലും ഈ ഭരണവിരോധ തരംഗം നടക്കുകയാണ്. UDF 100% ജയിച്ചിരിക്കും. അങ്ങനെ തന്നെ തീർച്ചയായിട്ടും. അപ്പോൾ ചേട്ടാ എന്തുണ്ട് വിശേഷം? കച്ചവടം എങ്ങനെ പോകണം? ഉഷായി പോകണം. ഇന്നത്തെ സ്പെഷ്യല് എന്തൊക്കെയാണ്? മുട്ട ബജി ഉണ്ട്, മുട്ട ബജി, മസാല ബോണ്ട, പഴംപൊരി, കായ ബജി. ഇത് എപ്പോൾ തുടങ്ങും പരിപാടികളൊക്കെ? രാവിലെ 6 മണിക്ക്. ഈ കടികളൊക്കെ ആ സമയത്ത് തന്നെ ഇങ്ങനെ ആയി വരൂല്ലേ? ഒറ്റയ്ക്കുള്ളൂ, അതേ ആരെങ്കിലും ഉണ്ടോ? ആളുണ്ട്. എങ്ങനെയുണ്ട് ചേലക്കര? ചേലക്കര സാധാരണമാതിരി പോകും, വേറെ ഒന്നും സംഭവിക്കില്ല. ചേലക്കര ഗംഭീരാണ്. ഗംഭീരാണ്. ചേലക്കര ആരായിരിക്കും ഈ പ്രാവശ്യം? ഇതൊക്കെ കണ്ടറിയാന്ന്. സ്ട്രോങ് ആണോ? സ്ട്രോങ് മത്സരമാണോ? ഇപ്പോൾ എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ അന്തരീക്ഷം ഒന്നും പറയാൻ പറ്റില്ല. സ്ട്രോങ് പിടിക്കുമോ? അതായത് ആർക്കായിരിക്കും സാധ്യത ചേലക്കര? വീണ്ടും നമസ്കാരമുണ്ട്. ചേലക്കര ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ചേലക്കരയിൽ ആരായിരിക്കും ഒരു സാധ്യത? 3 പേര് ഒപ്പത്തിനൊപ്പമാണോ? നല്ല മത്സരമായിരിക്കും. LDFന്, BJP അവിടെ എന്താ പറയാനുള്ളത്? ഇത് ജയിച്ചുകൊണ്ട് ഇരുന്ന സ്ഥാനാർത്ഥി തന്നെ വീണ്ടും ജയിക്കും.
നമുക്കൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെ തന്നെ LDF എന്നാണ് പറഞ്ഞത്. അതന്നെയാവും ചാൻസ്. ആരായിരിക്കും? പ്രതിപേട്ടൻ തന്നെ ജയിക്കുന്നതാണ് പറഞ്ഞത്. രാജേട്ടൻ പറഞ്ഞല്ലോ ബാലകൃഷ്ണേട്ടനാണ്. അതെന്തായിരിക്കും? അതിലിപ്പോ വേറെ കാര്യമുണ്ട്. ഇപ്പോ ഞങ്ങൾക്ക് അറിയാം, ഇവര് BJP-കാരൻ, ഇവരൊരു BJP-കാരൻ, ഇവര് കോൺഗ്രസ്സുകാരൻ. കോൺഗ്രസ്സുകാരൻ പറഞ്ഞത് വേറെ ആളുടെ പേരാ. കറക്റ്റ് ആളുടെ പേര് പറഞ്ഞു. ജയിക്കലാളുടെ പേര് പറഞ്ഞു. ആ അത് ജയിക്കുള്ളൂ. ഇവിടെ ജയിക്കലാളുടെ പേര് പറഞ്ഞു. ആ ഇവിടെ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന സംശയം. കോൺഗ്രസ്സുകാരനാണ് ഇത് പറയുന്നത്. കാരണം ഇവിടെ ഈ ഇതൊക്കെ വന്നിട്ട് ഇറക്കാൻ പോലും പ്രവർത്തകരില്ല. വലിയ തർക്കം കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. ചേലക്കര ആര് പിടിക്കുന്നു പറഞ്ഞത്? ചേലക്കര LDF പിടിക്കും. പ്രദീപ് സാധ്യതയുണ്ട്. പിന്നെ അത് സംശയമല്ലല്ലോ. ഒരു മാറ്റില്ല, പ്രതിപേട്ടം ജയിച്ചിരിക്കും, ഭൂരിപക്ഷം കൂടും. അങ്ങനെ തന്നെ. അതൊക്കെ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ഉള്ള പരിപാടികൾ, വികസനം എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. പുതിയൊരാൾ UDF അത് സംഭവിക്കുമോ? സംഭവിക്കും തീർച്ചയായിട്ടും. ഈ മാറ്റങ്ങൾ വേണം. കേരളം തന്നെ മാറാൻ പോവുകയാണ്. മാറ്റം ഉണ്ടാവും. ഇപ്പോഴത്തെ അവസ്ഥയിലൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ പറയാൻ പറ്റില്ല. ഇതിൻ്റെ UDF-ന്റെ സ്ഥാനാർത്ഥി ചിഹ്നം മാറിയിട്ടാണ്. പിന്നെ LDF-ന്റെ സ്ഥാനാർത്ഥി ഇവിടെ സ്ഥിരം ജയിക്കുന്ന പാർട്ടിയാണ്. BJP-ക്ക് വലിയ പ്രസക്തിയില്ല. അപ്പോൾ അത്ര കാര്യമായിട്ട് അത് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഇത്തവണത്തെ ഇലക്ഷനിൽ ഒരു മാറ്റം എങ്ങനെ വരുന്നു പറ്റില്ല. എങ്ങനെയാണ് സാധ്യത? അങ്ങനെ ചോദിച്ചപ്പോൾ ഒന്നാം സ്ഥാനത്ത് പ്രദീപ് വരുന്നതാണ് കണക്കൂട്ടുന്നത്. രണ്ടാം സ്ഥാനം BJP, മൂന്നാം സ്ഥാനത്തേക്ക് പോകും കോൺഗ്രസ്. വീട്ടിൽ കൊന്ന്. അതുപോലെയാണ് ഇവിടുത്തെ അവസ്ഥ. ചേലക്കര എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രദീപ് ജയിച്ചിരിക്കും, യാതൊരു സംശയമില്ല. വന്നോളൂ. ചേലക്കര ഉഷാറല്ലേ? ചേലക്കര ഭയങ്കര കളി തടസ്സപ്പെടുത്തണ്ട. ചേലക്കര ആർക്കാണ് സാധ്യതയൊക്കെ? ചേലക്കര നമ്മുടെ എന്താ പറയാ, നമ്മുടെ പ്രദീപ് വമ്പിച്ച ഭൂരിപക്ഷം, ഒരു രക്ഷയില്ല. കാരണം ഈ പിന്നെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടില്ല നിങ്ങൾ, UDF-ന്റെ സ്ഥാനാർത്ഥി ഇട്ടത്. ലീഗിന് യാതൊരു അഡ്രസ് ഇല്ലാത്ത മണ്ഡലമാണ് ചേലക്കര മണ്ഡലം. പ്രദീപ് വമ്പിച്ച ഭൂരിപക്ഷം. ചേലക്കര UDF എടുക്കും, ഫുൾ ഗ്യാരണ്ടി പറയാം കേട്ടാ. ധൈര്യമായിട്ട് ഇരിക്കാം. പക്ഷെ COT-ന്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ പറയണത്. UDF വരും, ഉറപ്പാണ്. കേരളത്തിൽ മാത്രമല്ല നമ്മുടേതായ തെരഞ്ഞെടുപ്പുകൾ. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ വികസനം നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ വികസന പ്രവർത്തനങ്ങൾ 10 കൊല്ലം കൊണ്ട് ഇവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ വികസനത്തിൻ്റെ പേരിൽ ഇവിടെ LDF ജയിക്കൂ, പ്രതിപേട്ടം ജയിക്കും. സാധ്യത UDF ജയിക്കാനാണ്. ശക്തമായ മത്സരത്തിന് സാധ്യത. ശക്തമായ മത്സരത്താണ്. UDF വരും എന്നാണ് പറഞ്ഞത്. UDF വരേണ്ടതാണ്. അതിന് ഒരു ത്രികോണ മത്സരം ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. UDF-നാണ് സാധ്യത കാണുന്നത്. ആരായിരിക്കും ഇവിടെ ചേലക്കരയില് ജയിക്കാൻ സാധ്യത? പ്രദീപാവും. അങ്ങനെ വിചാരിക്കാം. അപ്പൊ അമ്പലത്തിലേക്ക് പതുക്കെ പോവാണ്. പേരെന്താ? ദേവയാനിയമ്മ. ദേവയാനിയമ്മേനെയാണ് നമ്മൾ കണ്ടത്. സന്തോഷം കേട്ടോ. ദേവമ്മ. അപ്പൊ എങ്ങനെയാ കച്ചവടം ഉണ്ടോ? ഞാൻ കുഴപ്പമില്ല. എവിടെ വരെ പോയി? ഞാൻ കുറച്ച് അപ്പുറം വരെ പോയിട്ട് വീണ്ടും കറങ്ങിയിട്ട് സയൻസ് നമ്മുടെ ഒരാളുണ്ട് പാഞ്ഞാള്, അവിടെ നിന്ന് എടുത്തിട്ട് നേരെ പാലക്കാട് പോകും. ഉഷാറാണോ? ചേലക്കര ഉഷാറാവോ? ചേലക്കര ഉഷാറാവും. ആർക്കൊപ്പം ആകാനാണ് സാധ്യത? സാധ്യത ശിവൻ വീട്ടിക്കുന്ന് ജയിക്കാനും സാധ്യത. UDF-ന്റെ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഘടകം പറയണേ? അത് ഇവിടെ ഇപ്പോൾ ഈ ലീഗിന്റെ സീറ്റായ കാരണം കൊണ്ട് ചിലപ്പോൾ തകിടം മറിയാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാനും പറ്റില്ല. ചേലക്കര ആർക്കും നിൽക്കുക UDF പ്രശ്നം കയറും, സംശയമില്ല. പ്രതിപേട്ടം ജയിക്കാനാണ് സാധ്യത. മറ്റുള്ള സ്ഥാനാർത്ഥികളൊക്കെ എങ്ങനെ? മറ്റുള്ള സ്ഥാനാർത്ഥികൾ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും മുട്ടാണ്. നല്ല മുട്ടുമുട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ രണ്ടും ഒരേ മാതിരിയാ. അത് ജനങ്ങൾ തീരുമാനിക്കുമ്പോൾ LDF UDF ആണോ BJP ആണോ? ആരാണ്? BJP ആയല്ലോ. BJP എന്തായാലും ഇപ്പോൾ ഇവിടെ വരാൻ സാധ്യതയില്ല. അത് LDF UDF തന്നെ. അതിപ്പോൾ ഏതെങ്കിലും ഒന്ന്, അത് രണ്ട് വോട്ടിനും ഇപ്പോൾ മുട്ടിയുള്ള പരിപാടിയാണ്. നല്ല പ്രവർത്തനങ്ങളും ഉണ്ട്, നല്ല ആൾക്കാർക്ക്, കുറേ ആൾക്കാർക്ക് മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ സ്ട്രോങ് ആവും. സ്ട്രോങ് ആയിട്ടാണ് ഉണ്ട്. ഒപ്പത്തിനൊപ്പമാണോ? മൂന്നുപേരും ഒപ്പം നിൽക്കുന്നുണ്ട് പ്രചരണ രംഗത്ത്. എങ്ങനെയാണ് ചേലക്കര? തീപാറുമോ? ചേലക്കര ഈ ഇപ്പോഴത്തെ കണ്ടീഷൻ തീപാറൊന്നുമില്ല. UR പ്രദീപ് ജയിക്കും. സാധ്യത 100% എന്നുള്ള ഇതിലേക്ക് എത്തുകയാണ്.
100% പ്രദീപ് ജയിക്കും. ആ അഭിപ്രായമാണോ ഉള്ളത്? അതേ അഭിപ്രായം തന്നെയാണ്, യോജിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം ഉറച്ചു പറയാനുള്ള കാരണം എന്താ? വലിയ മറ്റു ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ തോറ്റിട്ടില്ല. അപ്പോൾ പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നോക്കേണ്ട കാര്യമില്ലല്ലോ. LDF UDF BJP ഒപ്പത്തിനൊപ്പം മൂന്നാളും. ഇത് ഞാൻ നേരത്തെ കാണാം, അറിയാൻ നമുക്ക്, അല്ലാണ്ട് ഒന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. ഒരു പ്രവചനാതീതമാണോ? അങ്ങനെ പറഞ്ഞാൽ അറിയില്ലേ, നമുക്ക് മൂന്നാളും നല്ല വർക്കിങ്, നല്ല വർക്കാണ്. ഗംഭീര മത്സരമാണോ? ഗംഭീര മത്സരം. ഇവിടെ പ്രദീപനെ ജയിക്കാന്ന് എനിക്ക് തോന്നുന്നു. സ്ട്രോങ് ആണോ? അപ്പോൾ തൽക്കാലം ചേലക്കര മണ്ഡലത്തിൽ നിന്ന് മറ്റൊരു മണ്ഡലത്തിലേക്ക് യാത്ര തുടരുകയാണ് ജനശബ്ദം. അപ്പോൾ മറ്റൊരു മണ്ഡലത്തിൽ കണ്ടുമുട്ടാം. ജനശബ്ദം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ, തൃശൂർ. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്. നിക്ഷേപങ്ങൾക്ക് കരുതലായി കൂടെയുണ്ട് പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ്. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, തൃപ്രയാർ. ഹാപ്പി മാരേജിന് ഹാപ്പിയായി സ്വർണ്ണമണിയാം. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ഡിസൈനർ ജുവലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും ജോൺസ് ഹോണ്ട, തൃശൂർ, ആലപ്പുഴ. കൽപ്പക വെഡ്ഡിംഗ്, കുന്നംകുളം. കുന്നംകുളത്തിന്റെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം ഏറ്റവും കുറഞ്ഞ വിലകളിൽ.